ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 ഓഗസ്റ്റ് 26 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തത് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം, ആ ഒരു പദ്ധതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അത് സ്ത്രീകൾക്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ടുള്ളൊരു പ്രത്യേക സ്കീമാണത്. അപ്പോൾ അതെന്താണ് ഡീറ്റെയിൽസ് എന്ന് നോക്കാം. The scheme is designed to provide a risk-free saving options for women and girls of all ages, encouraging them to engage with formal financial saving instruments. അതായത് ഫോർമൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ സേവിങ് ഇൻസ്ട്രുമെന്റ്സ് സ്ത്രീകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതുവഴി അവർക്ക് റിസ്ക് ഫ്രീ ആയിട്ടുള്ള സേവിങ്സ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം. It allows for a maximum deposit of up to 2 lakh in the name of a woman or girl for a tenure of 2 years. അതായത് ഒരു സ്ത്രീ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പേരിൽ മാക്സിമം 2 ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മാക്സിമം 2 വർഷത്തേക്കാണ് ആ ഡെപ്പോസിറ്റ് ഇടാനായിട്ട് പറ്റുക. അനൗൺസ്ഡ് ഇൻ ദ ബഡ്ജറ്റ് 2023, this one time scheme is available for a limited period of 2 years ending in March 2025. അതായത് 2023 ബഡ്ജറ്റിലാണ് ഈ ഒരു സ്കീം അനൗൺസ് ചെയ്യുന്നത്. ഒരു തവണ വൺ ടൈം സ്കീമാണിത്. അതായത് 2025 മാർച്ചോട് കൂടി ഒരു സ്കീം എൻഡ് ചെയ്യും. 2 വർഷമാണ് ഇതിന്റെ ടോട്ടൽ കാലാവധി. There is no tax benefits associated with the scheme. ഈ ഒരു സ്കീമുമായി ബന്ധപ്പെട്ട് വേറെ ടാക്സ് ആനുകൂല്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിനെ പറ്റി അറിഞ്ഞിരിക്കുക, മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീം. നെക്സ്റ്റ് വരുന്നത് യൂണിഫൈഡ് പെൻഷൻ സ്കീം. ആ ഒരു പുതുതായിട്ട് സെൻട്രൽ ഗവൺമെന്റ് അവരുടെ എംപ്ലോയീസിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഈ ഒരു സ്കീം പ്രകാരം എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി അവസാന 12 മാസം, അതായത് റിട്ടയർമെന്റിന് മുൻപുള്ള 12 മാസം അയാൾക്ക് കിട്ടിയ സാലറിയുടെ ആവറേജ് എത്രയാണോ അതിന്റെ 50% അയാൾക്ക് റിട്ടയർമെന്റിന് ശേഷം പെൻഷനായിട്ട് ലഭിക്കും. എങ്ങനത്തെ വ്യക്തികൾക്കാണ്? 25 വർഷത്തിലധികം സർവീസുള്ള വ്യക്തികൾക്കാണ് ഈ രീതിയിൽ പെൻഷൻ കിട്ടുക. അപ്പോൾ ബാക്കി 10 to 25 ഇയേഴ്സ് സർവീസ് ഉള്ള ആൾക്കാർക്ക് ഇതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യപ്പെടാം. ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു പെൻഷൻ പ്രാബല്യത്തിൽ വരുന്നത് 2025 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഈ ഒരു സ്കീം വരുന്നത്. കുറഞ്ഞത് 10 വർഷമെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരിക്കണം ഈ ഒരു സ്കീം അവൈൽ ആവാൻ വേണ്ടി. അപ്പോൾ 50% ഓഫ് ആവറേജ് ബേസിക് പേ ഓവർ ദ ലാസ്റ്റ് 12 months പീരീഡ് ടു റിട്ടയർമെന്റ് ഫോർ എംപ്ലോയീസ് വിത്ത് 25 years ഓഫ് സർവീസ് ഇഫക്റ്റീവ് ഫ്രം April 1, 2025, എലിജിബിൾ ഫോർ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് സർവീസ്. പെൻഷൻ ഓഫ് 10,000 പെർ മന്ത് ഫോർ എംപ്ലോയീസ് വിത്ത് അറ്റ്ലീസ്റ്റ് 10 years ഓഫ് സർവീസ്. അതായത് കുറഞ്ഞത് 10 വർഷമെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 10,000 രൂപയെങ്കിലും പെൻഷനായിട്ട് കിട്ടും. അല്ലാതെ അതിലും താഴേക്ക് ഒരിക്കലും പെൻഷൻ പോവില്ല. അഷ്വേർഡ് ഫാമിലി പെൻഷൻ, അതായത് ഈ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിക്ക് ഈ ഒരു പെൻഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ്? ഈ മരിച്ചുപോയ ആളുടെ ലാസ്റ്റ് പെൻഷൻ എത്രയാണോ ആ പെൻഷന്റെ 60% ഫാമിലി പെൻഷനായിട്ട് ലഭിക്കും. 60% ഓഫ് ദ പെൻഷൻ ദാറ്റ് ദ എംപ്ലോയി വാസ് ഡ്രോയിങ് ബിഫോർ ദെയർ ഡെത്ത്, അതായത് മരണത്തിന് മുൻപ് ആ ഒരു എംപ്ലോയിക്ക് എത്രയാണോ പെൻഷൻ കിട്ടുന്നുണ്ടായിരുന്നത് ആ പെൻഷന്റെ 60% ഫാമിലി പെൻഷനായിട്ട് ലഭിക്കും. ഇതാണ് യൂണിഫൈഡ് പെൻഷൻ സ്കീമിന്റെ പ്രത്യേകതകൾ വരുന്നത്. അടുത്തത് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്നാൽ എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് AMC is a financial institution that collects fund from various investors and invests them in a range of financial instruments including stocks, bonds, real estates with the aim of generating returns for the investors. അതായത് ഇത് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരെന്ത് ചെയ്യും? പല ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും. എന്നിട്ട് പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഈ ഒരു ഫണ്ട് കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉദ്ദേശിക്കുന്നത് സ്റ്റോക്കോ ബോണ്ടോ റിയൽ എസ്റ്റേറ്റോ അങ്ങനെയുള്ള പല ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഈ കിട്ടിയ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയുന്ന ലാഭവിഹിതം നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് തിരിച്ചു കൊടുക്കും. ഇൻ റിട്ടേൺ ദ AMC ചാർജസ് എ ഫീസ് ഫോർ ഇറ്റ് സർവീസസ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ത് ചെയ്യും? ഒരു സർവീസ് ഫീസ് ഈടാക്കും.
Commonly known as money managers or money management firms, AMC manage investment on the behalf of their clients. അതായത് അവരുടെ ക്ലയന്റിന്റെ ബിഹാഫിൽ അവരെന്ത് ചെയ്യും, അവരുടെ മണി മാനേജ് ചെയ്യും എന്നുള്ളതാണ് AMC ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരെ മണി മാനേജേഴ്സ് അല്ലെങ്കിൽ മണി മാനേജ്മെന്റ് ഫേംസ് എന്നും വിളിക്കാം. In India, AMCs are regulated and governed by SEBI, Securities and Exchange Board of India, which ensures that they operate with a legal framework and adhere to established guidelines. അതായത് ഇന്ത്യയിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി എന്ന സ്ഥാപനമാണ്. എന്താണ് സെബി? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പൊ അവരാണ് എങ്ങനെ AMC വർക്ക് ചെയ്യണം എന്നുള്ളതിന്റെ ലീഗൽ ഫ്രെയിംവർക്കും അതെങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ പുറത്ത് കൊണ്ടുവന്ന് അവരാണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോണോല്യൂമിനസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസത്തെ കുറിച്ചാണ്. It is a phenomenon in which small gas bubbles in a liquid emit short bursts of light when exposed to intense sound waves. അതായത് ഈ ലിക്വിഡ് മീഡിയത്തിന്റെ അകത്ത് ചെറിയ ബബിൾസ് ഉണ്ടാവും. അപ്പൊ ഈ ബബിൾസ് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സൗണ്ട് വേവ്സിൽ എക്സ്പോസ് ആവുമ്പോൾ ഈ ഗ്യാസ് ബബിൾസ് എന്താവും? പൊട്ടും, ബേസ്റ്റ് ആവും. ആ ബേസ്റ്റ് ആവുന്ന സമയത്ത് അതിൽ നിന്ന് ചെറിയ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ലിക്വിഡ് മീഡിയത്തിലുള്ള ബബിൾസ് ഇന്റൻസ് സൗണ്ട് വേവ്സിന് എക്സ്പോസ് ആവുന്ന സമയത്ത് അത് പൊട്ടുന്ന സമയത്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് സോണോല്യൂമിനസെൻസ്. സോണോ എന്നുള്ള സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്, ല്യൂമിനസെൻസ് എന്ന് പറയുന്നത് ലൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സൗണ്ട് വരുമ്പോൾ ലിക്വിഡ് മീഡിയത്തിലുള്ള ബബിൾസ് ബേസ്റ്റ് ചെയ്ത് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ആ ഒരു ഫിനോമിനാണ് സോണോല്യൂമിനസെൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. The light is produced when bubbles undergo rapid compression and expansion. അതായത് ഈ സൗണ്ട് വേവ്സിന്റെ ഇഫക്റ്റ് കാരണം ഈ ബബിൾ പെട്ടെന്ന് ചുരുങ്ങുക അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക, ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇപ്പോഴും സയന്റിസ്റ്റുകൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. This is due to the alternating high and low pressure phases of sound wave causing the gas inside to heat up and emit light. അതായത് സൗണ്ട് വേവ് എന്ന് പറയുന്നത് ഹൈ പ്രഷർ ലോ പ്രഷർ ആ ഒരു രീതിയിൽ പോകുന്ന വേവ്സ് ആണല്ലോ സൗണ്ട് വേവ്. അപ്പൊ ഇങ്ങനെ ഈ സൗണ്ട് വേവിൽ ഉണ്ടാകുന്ന ഹൈ ആൻഡ് ലോ പ്രഷർ ആൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഈ ഗ്യാസ് പെട്ടെന്ന് ഹീറ്റ് ആയിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതെന്നാണ് ഇതുവരെയുള്ള സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തം. This phenomenon was discovered in 1934 by two German engineers when they were studying sonar technology, which uses sound waves to detect objects underwater. അതായത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സൗണ്ട് വേവുകളെ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സോണാർ ടെക്നോളജി. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് രണ്ട് ജർമ്മൻ എഞ്ചിനീയേഴ്സ് ആണ് ഈ ഒരു സോണോല്യൂമിനസെൻസ് എന്ന് പറയുന്ന പ്രതിഭാസം 1934 ആദ്യമായി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു സോണോ ലൂമിനസെൻസ് എന്ന് പറഞ്ഞ പ്രതിഭാസം. അതിനെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് ആണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് റീസെന്റ് ആയിട്ട് കൊൽക്കത്തയിൽ ഒരു ഡോക്ടറെ റേപ്പ് ചെയ്ത് ഭയങ്കര മൃഗീയമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടതായിട്ട് അറിയാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ പിന്നെയും ഡിസ്കഷനിൽ വരുന്നതാണ് JS വർമ്മ കമ്മിറ്റി റെക്കമെൻഡേഷൻ. ഇത് ഓൾറെഡി മുന്നേ പുറത്തു വന്നിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ്. ഇതിൽ പല കാര്യങ്ങളും ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുള്ളതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ പിന്നെയും അതിന്റെ റെക്കമെൻഡേഷൻസിന്റെ ഡിസ്കഷൻ ഈ ഒരു സംഭവത്തിന്റെ പുറത്താണ് ഇപ്പൊ പിന്നെയും വരുന്നത്. അപ്പൊ നോക്കാം. Justice JS Verma Committee formed in response to the 2012 Delhi gang rape recommended against the death penalty for rape, even in rarest of rare cases, arguing that it would be a regressive step. അതായത് 2012 ഡൽഹി ഗ്യാങ് റേപ്പ് കേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പൊ ആ ഒരു കേസിന് ശേഷമാണ് ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റിനെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതില് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസുകളിൽ പോലും ഈ പറഞ്ഞ കുറ്റവാളിക്ക് എന്ത് ചെയ്യരുത്, ഡെത്ത് പെനാലിറ്റി, വധശിക്ഷ കൊടുക്കരുത് എന്നാണ് ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത്. കാരണം അത് ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണെന്നുള്ള രീതിയിലാണ് ആ ഒരു കമ്മിറ്റി അതിനെ എതിർത്തത്. The Union Cabinet, while clearing an ordinance on sexual assault in 2013, chose not to adopt the committee's recommendations against the death penalty. പക്ഷെ യൂണിയൻ ക്യാബിനറ്റ് ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ഇങ്ങനെ വന്നിട്ടും 2013 പുറത്തിറക്കിയ ഒരു
ഓർഡിനൻസ്, അതായത് സെക്ഷൽ അസോൾട്ടുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് പുറത്തിറക്കിയപ്പോൾ അവരെന്ത് ചെയ്തു, ഈ ഒരു റെക്കമെൻഡേഷൻ കൺസിഡർ ചെയ്തില്ല. അതായത് വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കമ്മിറ്റി പറഞ്ഞ റെക്കമെൻഡേഷൻ നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് അഡോപ്റ്റ് ചെയ്തില്ല. പിന്നുള്ള അവരുടെ അതായത് ഈ പറഞ്ഞ യൂണിയൻ ഗവൺമെന്റ് പുറത്തിറക്കിയ ഓർഡിനൻസിൽ ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ, കീ അമെൻമെന്റ്സ് എന്തൊക്കെയാണ്? സെക്ഷൻ 376A പറഞ്ഞത് ഡെത്ത് പെനാലിറ്റി ഫോർ റേപ്പ് ലീഡിംഗ് ടു ദ ഡെത്ത് ഓഫ് വിക്ടിം ഓർ റെഡ്യൂസിങ് ഹെർ ടു എ പെർസിസ്റ്റന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. അതായത് ഒരു റേപ്പ് കാരണം ഒരു വിക്ടിം മരണപ്പെട്ടു, അല്ലെങ്കിൽ അവർക്ക് സ്ഥിരമായിട്ട് ഒരു അംഗവൈകല്യം സംഭവിച്ചു, അതായത് പിന്നീട് അവർക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെയാണെങ്കിൽ ആ കുറ്റവാളിക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാം എന്നാണ് 376A ആ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി 376E എന്താ പറയുന്നത്? ഡെത്ത് പെനാൽറ്റി ഫോർ റിപ്പീറ്റ് ഒഫൻഡേഴ്സ്, അതായത് പിന്നെയും ഈ ഒരു റേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാമെന്ന് 376E പറയുന്നുണ്ട്. ഇനി 2018 ഇതുമായി ബന്ധപ്പെട്ട ഒരു അമെൻമെന്റ് ഉണ്ടായിരുന്നു. ഡെത്ത് പെനാൽറ്റി ഫോർ ഗ്യാങ് റേപ്പ് ഓഫ് എ വിക്ടിം അണ്ടർ 12 years, സെക്ഷൻ 376DB, ആൻഡ് ലൈഫ് ഇംപ്രിസൺമെന്റ് ഫോർ എ റേപ്പ് വിക്ടിം അണ്ടർ 16 years, സെക്ഷൻ 376DA. അതായത് ആദ്യത്തെ സെക്ഷൻ 376DBയിൽ പറയുന്നത് ഒരു 12 വയസ്സിൽ താഴെയുള്ള ഒരു ഇരേനെ ഗ്യാങ് റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കണം എന്നുള്ളതാണ്. ഇനി സെക്ഷൻ 376DA പറയുന്നത് 16 വയസ്സിന് താഴെയുള്ള ഒരു വിക്ടിമിനെയാണ് റേപ്പ് ചെയ്തതെങ്കിൽ എന്ത് ചെയ്യണം? ലൈഫ് ഇംപ്രിസൺമെന്റ്, ജീവപര്യന്തം കൊടുക്കണം. ഇതൊക്കെയാണ് ഈ 2018 അമെൻമെന്റിൽ ഗവൺമെന്റ് മാറ്റം വരുത്തിയത്. അപ്പൊ ജസ്റ്റിസ് JS വർമ്മ കമ്മിറ്റി എന്ന് പറയുന്നത് സെക്ഷൽ അസോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ശിക്ഷ കൊടുക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പക്ഷെ അവർ പറഞ്ഞത് ഡെത്ത് പെനാൽറ്റി റെയറസ്റ്റ് ഓഫ് ദ റെയറസ്റ്റ് കേസിൽ പോലും കൊടുക്കരുത്, കാരണം അത് റിഗ്രസീവ് സ്റ്റെപ്പാണെന്നാണ്. പക്ഷെ ഗവൺമെന്റ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്തത്. പല സർക്കംസ്റ്റാൻസുകളിലും ഡെത്ത് പെനാൽറ്റി കൊടുക്കാം എന്നുള്ള രീതിയിൽ ഗൈഡ് ലൈൻസ് ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് വഴി കൊണ്ടുവന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജസിനെ പറ്റിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയിൽ പ്രധാനമായിട്ടും 6 ക്ലാസിക്കൽ ലാംഗ്വേജസ് ആണുള്ളത്. ഇന്ത്യ ഹാസ് ഡെസിഗ്നേറ്റഡ് 6 ലാംഗ്വേജസ് ആസ് ക്ലാസിക്കൽ: തമിഴ്, സംസ്കൃത്, തെലുങ്കു, കന്നഡ, മലയാളം ആൻഡ് ഒഡിയ. അപ്പൊ ഏറ്റവും ആദ്യം ക്ലാസിക്കൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് തമിഴ് ലാംഗ്വേജിനെയാണ് 2004. പിന്നെ അതിനുശേഷം 2005 സംസ്കൃത്, 2008 തെലുങ്കും കന്നഡയും, 2014 മലയാളം, 2015 ഒഡിയ. ഇനി സ്പെഷ്യൽ സെന്റേഴ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊമോട്ട് ദീസ് ലാംഗ്വേജസ്, അതായത് ഈ പറയുന്ന ലാംഗ്വേജസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പ്രത്യേക സെന്റേഴ്സ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് ഇല്ല. ഇതിൽ തമിഴ് ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സെന്റേഴ്സിന് മാത്രമാണ് എന്തുള്ളത്? ഓട്ടോണമസ് സ്റ്റാറ്റസ് ഉള്ളത്. ഓൺലി ദ സെന്റർ ഫോർ തമിഴ് ഫങ്ഷൻസ് ഓട്ടോണമസ്ലി. The Center for Telugu, Kannada, Malayalam and Odia operates under Central Institute of Indian Languages in Mysore. അതായത് ബാക്കിയുള്ള ഇപ്പോൾ കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ അതിനൊക്കെയുള്ള സെന്റേഴ്സ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഓട്ടോണമസ് സ്റ്റാറ്റസ് ഇല്ല. അതാണ് ഇപ്പോൾ അത് ന്യൂസിൽ വരാൻ കാരണം. പിന്നെ ഇതല്ലാതെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു 22ഓളം ലാംഗ്വേജസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ക്ലാസിക്കൽ ലാംഗ്വേജസ് എന്ന് പറയുന്ന 6 എണ്ണമാണ്. 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. അപ്പൊ ഈ 2 ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.